അവരുടെ മുന്നിൽ വെച്ച് ഗാന്ധാരിയുടെയോ അല്ലെങ്കിൽ ധൃതരാഷ്ട്രയുടെ അനുമതിയോടെ അല്ലെങ്കിൽ മൗനാനുവാദത്തോടെ അല്ലെങ്കിൽ അംഗീകാരത്തോടെ എന്ന് തന്നെ പറയാം. അവരുടെ മുന്നിൽ അവരെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ദുശാസനൻ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നത്. അപ്പോൾ കൗരവർ എന്ന് പറഞ്ഞാൽ എല്ലാം ദു എന്നുള്ള അർത്ഥത്തിലുള്ള പേരിലുള്ള ആണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദുശാസനനെ പോലെ തന്നെ ദുര്യോധനനും അതിക്രൂരനായ ഒരു കഥാപാത്രമാണ്, അതിക്രൂരനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഗാന്ധാരി ഈ 100 തൻ്റെ ഭർത്താവിന് ലഭിച്ചുള്ള എല്ലാ ആനുകൂല്യങ്ങളും വേണ്ട എന്ന് നിഷേധിച്ച് സൗന്ദര്യം, മറ്റുള്ള പ്രകൃതി സൗന്ദര്യം, ഒരു സുഖ സൗകര്യവും തനിക്ക് ഭർത്താവിന് വേണ്ട, ലഭിക്കാത്തത് എനിക്കും വേണ്ട എന്നുള്ള തീരുമാനിച്ച് ഈ ഹസ്തിനപുരിയിലേക്ക് എത്തുന്നു. അങ്ങനെ 100 ശിവൻ്റെ അനുഗ്രഹത്താൽ 100 പുത്രന്മാരും 1 പുത്രിയും ജനിക്കുന്നു. 101 പേർ. ഇന്ന് 101 പേരെന്ന് പറഞ്ഞാൽ 50 കുടുംബങ്ങളാണ്. ഇന്നത്തെ അവസ്ഥയിൽ 40-50 കുടുംബങ്ങൾ ചേർന്നാലാണ് ഒരു 100 പേരാകുന്നത്. കാരണം 40 പേര് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോരുത്തർക്കും ഒരാൾ തന്നെ ആണെങ്കിൽ പോലും 50 പേരുണ്ടെങ്കിൽ അവർ 50 പേർക്കും 50 കുട്ടികൾ മാത്രമാണ്. ഒരേ ഒരു കുട്ടി, ഒരേ നാമം നമുക്കൊന്നും എന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഈ പുതിയ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ 100 പുത്രന്മാരെയും 1 പുത്രിയെയും ലഭിച്ച ഗാന്ധാരി അതീവ സന്തോഷത്തോടുകൂടിയിട്ട് കഴിയുന്ന സമയങ്ങളിലാണ് ഈ മഹാഭാരതത്തിൻ്റെ ഹൃദയഭാഗമായ മഹാഭാരതത്തിൻ്റെ പ്രധാന സംഭവങ്ങളിലായ കുരുക്ഷേത്ര യുദ്ധത്തിനുള്ള സാഹചര്യം വരുന്നത്. കുരുക്ഷേത്ര യുദ്ധം ഒരു ചരിത്രമാണ്. കുരുക്ഷേത്രം എന്നുള്ളത് ഹരിയാനയിലൊരു പ്രദേശമാണ്. ഹരിയാനയുടെ ഒരു ഏറ്റവും ഹരിയാനയിൽ ചണ്ഡീഗഡിനുള്ള കുരുക്ഷേത്രം എന്നുള്ള പേരുള്ള ഒരു സ്ഥലം, ഒരു പ്രദേശം ഇപ്പോഴുമുണ്ട്, ഇന്ത്യയിലുണ്ട്. അപ്പോൾ കുരുക്ഷേത്രം എന്നുള്ള ആ സ്ഥലത്ത് അനവധി യുദ്ധങ്ങളും നടന്നിട്ടുള്ളത്. അതുപോലെ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പ്രദേശമാണ് ഈ കുരുക്ഷേത്രം. അപ്പോൾ ആ കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം നമുക്കറിയാം. പഞ്ചപാണ്ഡവരും കൗരവരും തമ്മിൽ ജ്യേഷ്ഠാനുജൻ മക്കളാണ്. അപ്പോൾ പാണ്ഡുവിന് അസുഖങ്ങളോ, ജനനത്തിൽ തന്നെ അസുഖങ്ങളുള്ള ബാധനായൊരു വ്യക്തിയാണ് പാണ്ഡു. പാണ്ഡു നേരത്തെ തന്നെ മരിക്കുന്നു. അങ്ങനെ പാണ്ഡു മരിച്ചപ്പോൾ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രർ ആണ് രാജ്യഭരണം ഏറ്റെടുക്കുന്നത്. അങ്ങനെ ധൃതരാഷ്ട്രർ പാണ്ഡു മരിച്ചപ്പോൾ ധൃതരാഷ്ട്രർ ഭരണം ഏറ്റെടുത്തപ്പോൾ അതിനുശേഷം മക്കളെല്ലാം പഞ്ചപാണ്ഡവർ 5 പേര് ജനിക്കുന്നു. 5 പേര് ദുര്യോധനൻ ഉൾപ്പെടെയുള്ള 100 പേർ, കൗരവർ 100 പേര്. ഇവരെല്ലാം കൂടി ഒരു കുടക്കീഴിൽ കഴിയാനുള്ള തടസ്സങ്ങളുണ്ടായി, പല പ്രശ്നങ്ങളും ഉരുവാകുന്നു. അങ്ങനെ അവർ രാജ്യം വീതിക്കണം, രാജ്യം പങ്കുവെക്കും. നമ്മുടെ സ്ഥലത്ത് ഇന്ന് നമുക്കറിയാം, ഒരു 5 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ 10 സെൻറ്റ് സ്ഥലവും ഉണ്ടെങ്കിൽ 5 മക്കളുണ്ടെങ്കിൽ 5 പേർക്കും ഈ 2 സെൻറ്റുകൾ വീതിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആ സാഹചര്യം അന്ന് ഹസ്തിനപുരി എന്ന് പറഞ്ഞ മഹാസാമ്രാജ്യമായിരുന്നു. ആ ഹസ്തിനപുരിയുടെ അവകാശികൾ അത് രാജ്യം പങ്കുവയ്ക്കാൻ തീരുമാനിക്കുന്നു. ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രവും അനുജനായ പാണ്ഡുവിൻ്റെ മക്കൾക്കും കൂടി രാജ്യം പകുതി വീതം വയ്ക്കണമെന്ന് തീരുമാനിക്കുന്നു. അത് മധ്യസ്ഥനായി ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഇതിൻ്റെ ബ്രോക്കർ. ഇന്നത്തെ നമുക്കറിയാം, ഇന്ന് ബ്രോക്കർമാരുടെ യുഗമാണ്. ഏത് കാര്യങ്ങൾ നടക്കുന്നതിനും ബ്രോക്കറാണ്, അല്ലെങ്കിൽ മദ്യപാനി. അതൊരു മിഡിൽ മാൻ ഉണ്ടാകുന്ന സമയമാണിന്ന്. അപ്പോൾ ഈ ഒരു ബ്രോക്കർ, മിഡിൽ മാൻ എന്ന നിലയിൽ ശ്രീകൃഷ്ണൻ അവതരിക്കുന്നു. ശ്രീകൃഷ്ണൻ ഇതിൻ്റെ ബ്രോക്കർ സ്ഥാനത്തെത്തുന്നു. രാജ്യം പങ്കുവയ്ക്കാൻ, രാജ്യം വീതിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നു. രാജ്യം പകുതിയായി വീതിക്കണം. എന്താ ശരി ഞാൻ വിളിക്കാം. അത്തോടെ കടയൊന്നുമില്ല.